ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയ സന്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാ. ഞാൻ മരിച്ചാൽ പോലും എന്റെ കബറിനെ ആരാധിക്കല്ലേ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാന്റെ കബറിങ്കൽ പോകാൻ ഒരാൾക്ക് റസൂൽ അനുവാദം കൊടുത്തിട്ടില്ലേ? ഇന്ന് അജ്മീറും നാഗൂരും മുത്തുപ്പേട്ടയും ഉള്ളാളും ഇപ്പൊ CM മക്കാമ് വരെ മുദബ്ബിറുൽ ആലം പടച്ചോന്റെ സമാന പടച്ചോന്റെ മേലെയാ. കഴിഞ്ഞ റമദാനിൽ ഹിളർ നബീന്റെ കൂടെ CM മക്കാമിലെ മുപ്പര് വന്നാടുന്ന് കഞ്ഞി കുടിച്ച് പോയിട്ടുണ്ട്. അപ്പൊ പുതിയ തള്ളു ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൈകൊണ്ട് താങ്ങി നിർത്തി വിളിച്ചോളി തക്ബീർ. ഇതാ അവസ്ഥ. ആകാശത്ത് കൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ച് മടവൂരിറക്കി ഷെയ്ഖുനെ പോയി. 18 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് കോഴിക്കാല് വീട്ടി കോഴിക്കാല് തിന്നപ്പോഴേക്കും പെണ്ണിന് 9 മാസം ഗർഭിണി. ഇതൊക്കെ കറാമത്ത്. അള്ളാന്റെ ഹബീബിന് പോലും കൊടുക്കാത്ത പടച്ചോന്റെ കറാമത്ത് കോഴിക്കോട് ജില്ലയിലെ മടവൂരിലെ ചിറ്റടി മീത്തലിലെ ഒരു ഷെയ്ഖിന് കൊടുത്തു എന്ന് വിശ്വസിക്കുക. എന്തൊക്കെയാ ലേറ്റസ്റ്റ് മോഡൽ പുതിയ വരുന്ന ഈ കെട്ടുകഥകളൊക്കെ പറയുമ്പോ ഇതൊക്കെ തെറ്റാണ്. ഇതൊന്നും ഇസ്ലാമിൽ ഇല്ല. ഒരാൾക്ക് പടച്ചോൻ കറാമത്ത് കൊടുത്താൽ അത് കിട്ടുമ്പോഴേ അറിയൂ. കിട്ടിക്കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. ഇനി അതയാൾക്ക് വടി നിലത്തിട്ടപ്പോ പാമ്പായി. ആദ്യം ഓടിയ മൂസാ നബിയാ. അള്ളാഹ് പറഞ്ഞു മൂസ ഓടല്ലേ, വടി പിടി, പാമ്പിനെ പിടി. റബ്ബേ അത് പാമ്പാ, നീ പിടി മൂസ. പിടി പിടിച്ചു. ഒക്കെ വടി. ആ വടിയേറ്റ് ചെങ്കടലിന്റെ അടുത്തെത്തിയപ്പോ മൂസാ നബിനോട് അടി മൂസ ചെങ്കടല്. റബ്ബേ ഇത് പാമ്പായ വെള്ളത്തു കൂടെ ഉള്ളിട്ട് പോലെ, ഇനി അടി മൂസ. അടിച്ചു. ഇങ്ങോട്ട് മാറിയുന്നു. പിന്നെ ആ വടീനെ പറ്റി ഇസ്ലാമിക ചരിത്രത്തിലുണ്ടോ? മായാവിന്റെ വടി പോലെ മഹാനായ മൂസാ നബിയെ കൊണ്ടുവരണോ? വർക്കത്ത് കൊടുത്തോ? പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ആ വടിമേൽ കറാമത്തിന്റെ പവിത്രതയും പറഞ്ഞു നടന്നോ? ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി. ഇനി നിങ്ങൾ